Hi, welcome to Lash Class. BA English Introduction to the World of Literature ഇൻ ദ പെയിൽ മൂൺ ലൈറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെയും എക്സ്പ്ലനേഷൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Outline Captain Sisko's motivation to involve the Romulans in the war against the Dominion. ഡൊമീനിയനെതിരായിട്ടുള്ള യുദ്ധത്തിൽ റൊമൂലൻസിനെ തങ്ങളുടെ പക്ഷത്ത് ചേർക്കണമെന്ന് ക്യാപ്റ്റൻ സിസ്കോ കരുതുന്നത് എന്തുകൊണ്ടാണ്? ക്യാപ്റ്റൻ സിസ്കോ ഈസ് മോട്ടിവേറ്റഡ് ടു ഇൻവോൾവ് ദ റൊമൂലൻസ് ഇൻ ദ വാർ ടു ഷിഫ്റ്റ് ദ ബാലൻസ് ഓഫ് പവർ. ആ യുദ്ധത്തിനകത്തുള്ള പവർ ബാലൻസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൊമൂലൻസിനെ തങ്ങളുടെ പക്ഷത്ത് ചേർക്കണമെന്ന് ക്യാപ്റ്റൻ സിസ്കോ കരുതുന്നത്. The Dominion has the advantage and he believes the Romulans' involvement would provide the necessary support. ആ യുദ്ധത്തിലുള്ള ഇപ്പോഴത്തെ പവർ ബാലൻസ് അനുസരിച്ചിട്ട് ഡൊമീനിയൻസ് ആണ് പവർഫുൾ ആയിട്ട് നിൽക്കുന്നത്, അവർക്കാണ് ശക്തി കൂടുതലുള്ളത്. അപ്പോൾ റൊമൂലൻസിനെ കൂടി തങ്ങളുടെ പക്ഷത്ത് ചേർക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുമെന്നാണ് ക്യാപ്റ്റൻ സിസ്കോ കരുതുന്നത്. എക്സ്പ്ലെയിൻ ഗരാക്സ് പ്രപ്പോസൽ ടു സെക്യൂർ റൊമൂലൻ ഇൻവോൾവ്മെന്റ്. ഇനി റൊമൂലൻസിനെ തങ്ങളുടെ പക്ഷത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഗരാക് എന്നൊരു ക്യാരക്ടറുടെ സഹായമാണ് ക്യാപ്റ്റൻ സിസ്കോ തേടുന്നത്. അതിനുവേണ്ടി എന്ത് മാർഗമാണ് അയാൾ നിർദ്ദേശിക്കുന്നത്? ഗരാക് പ്രപ്പോസസ് ടു ഫാബ്രിക്കേറ്റ് എവിഡൻസ് ഓഫ് എ ഡൊമീനിയൻ പ്ലോട്ട് ടു അറ്റാക്ക് റൊമൂലൻസ്. ഡൊമീനിയൻസ് അടുത്തതായിട്ട് റൊമൂലൻസിനെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു എവിഡൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അയാൾ പറയുന്നത്. ദിസ് വുഡ് കൺവിൻസ് ദ റൊമൂലൻസ് ദേ ആർ അറ്റ് റിസ്ക്, കമ്പല്ലിംഗ് ദം ടു ജോയിൻ ദ വാർ. അപ്പോൾ ഡൊമീനിയൻസ് അടുത്തതായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്ന് അവർ വിശ്വസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യുദ്ധത്തിൽ ചേരും എന്നാണ് അയാൾ പറയുന്നത്. ഹി സജസ്റ്റ് യൂസിങ് എ ഫോർജ്ഡ് ഹോളോഗ്രാഫിക് റെക്കോർഡ് ആസ് പ്രൂഫ്, റെക്കഗ്നൈസിംഗ് ദാറ്റ് ഗാദറിംഗ് റിയൽ എവിഡൻസ് ഫ്രം ദി എനിമി ഈസ് നിയർലി ഇമ്പോസിബിൾ. അതിന് വേണ്ടിയിട്ട് വ്യാജമായിട്ടുള്ള തെളിവ് ഉണ്ടാക്കാം എന്നാണ് അയാൾ പറയുന്നത്. കാരണം ശത്രുക്കളുടെ അടുത്ത് പോയിട്ട് ഒരു റിയൽ എവിഡൻസ് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവരിത് ശ്രമിച്ച് പരാജയപ്പെടുന്നൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് ഒരു വ്യാജ തെളിവ് ഉണ്ടാക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് അയാൾ പറയുന്നത്. വാട്ട് ഇവന്റ് ഇന്റൻസിഫൈസ് ദി ഏർജൻസി ഫോർ സിസ്കോ ടു ഗെയിൻ ദ റൊമൂലൻസ് സപ്പോർട്ട് ഇൻ ദ വാർ. അപ്പോൾ റൊമൂലൻസിനെ തങ്ങളുടെ പക്ഷത്ത് ചേർക്കണമെന്ന് ഓൾറെഡി ഇയാൾ കരുതുന്നുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ യുദ്ധത്തിൽ പങ്കാളിയാക്കണം അയാൾ കരുതാനുണ്ടാവുന്ന സാഹചര്യം എന്താണ്? The invention of Bethesda by the Dominion intensified the urgency for Sisko to secure Romulan support. ഇവരുടെ അധീനതയിലുള്ള ബെത്താസദ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇവിടെ ശത്രുക്കളായിട്ടുള്ള ഡൊമീനിയൻസ് ആക്രമിക്കുന്നു. ആ ഒരു സംഭവമാണ് ഇനി എത്രയും പെട്ടെന്ന് റൊമൂലൻസിന്റെ സപ്പോർട്ട് വേണം എന്ന് ചിന്തിക്കാൻ ഇയാളെ പ്രേരിപ്പിക്കുന്നത്. This event underscores the pressing need for an additional powerful ally as Starfleet's defenses proved insufficient. ഇനി ഈ ഒരു ആക്രമണം തടയാൻ വേണ്ടി ഇവർ ശ്രമിച്ചെങ്കിലും ഇവരതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അലായ് അല്ലെങ്കിൽ സഖ്യകക്ഷി അവർക്ക് വേണം എന്നുള്ളത് അർജന്റ് ആയിട്ടുള്ള ഒരു നീഡായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. വാട്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഡസ് സിസ്കോ എൻഗേജ് ഇൻ ടു ഫർദർ ദ പ്ലാൻ. അപ്പോൾ റൊമൂലൻസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാജ തെളിവ് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനാണ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി എന്തെല്ലാം ഇല്ലീഗൽ ആക്ടിവിറ്റീസിലാണ് ഇയാൾ ഏർപ്പെടേണ്ടി വരുന്നത്? To further the plan, Sisko engages in cheating, bribery and becomes an accessory to murder. ഇയാൾ ചീറ്റിംഗ്, വഞ്ചന, നമുക്കറിയാം വ്യാജ തെളിവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വഞ്ചനയാണ്, അതിലേർപ്പെടുന്നുണ്ട്. ബ്രൈബറി, കൈക്കൂലി കൊടുക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ട്. ആൻഡ് ബിക്കംസ് ആൻ ആക്സസറി ടു മർഡർ, ഒരു കൊലപാതകത്തിൽ സഹായിയായിട്ട് പോലും അയാൾക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കേണ്ടി വരുന്നു. ഹി റിലീസസ് എ ക്രിമിനൽ തൊളാർ to produce the forgery and bribes court to cover up Tolar's misconduct. ഈ വ്യാജരേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊളാർ എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെയാണ് ഏൽപ്പിക്കുന്നത്. ഇയാൾ വ്യാജരേഖയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അതിനു വേണ്ടിയിട്ട് അയാളെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അതാണ് ആദ്യം ചെയ്യുന്ന കാര്യം. അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള തൊളാർ ഒരു ബാറിൽ പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉടമയായിട്ടുള്ള ക്വാർക്കിന് കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് അടുത്ത ഇല്ലീഗൽ ആക്ടിവിറ്റി അയാൾ ചെയ്യുന്നത്. Additionally, he covers up the murders of Reenac and Tolar to maintain the secrecy of the plan. ഇനി ഈ പ്ലാനിന് ശേഷം ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്ന രണ്ട് ആളുകൾ, ഇത് ഈ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുള്ള തൊളാർ, അതുപോലെ തന്നെ ഇവർ ഈ വ്യാജരേഖ ആദ്യം കാണിച്ചിട്ടുള്ള റീനാക്ക്, അയാൾക്കത് വ്യാജമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ രണ്ടുപേരെയും
കൊല ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിലൂടി ഇയാൾ ഉൾപ്പെടുകയാണ്. ഇയാൾ കൊല ചെയ്യുകയല്ല, മറിച്ച് ആ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അയാൾ ഒന്നും മിണ്ടാതെ നിശബ്ദമായിരിക്കുകയാണ് ചെയ്യുന്നത്, ഇവരുടെ ഒരു പ്ലാന് രഹസ്യമായിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹൗ ഡസ് ക്വാർക്ക് കോൺട്രിബ്യൂട്ട് ടു ദ പ്ലോട്ട് ആൻഡ് വാട്ട് ആർ ഹിസ് ഡിമാൻഡ്സ് ഫ്രം സിസ്കോ? ഇനി ക്വാർക്ക് എന്ന് പറയുന്ന കഥാപാത്രം ഈ സ്റ്റോറിയിൽ എങ്ങനെയാണ് വരുന്നത്, സിസ്കോയിൽ നിന്ന് അയാൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിസ്കോ ക്വാർക്കിനാണ് കൈക്കൂലി കൊടുക്കുന്നത്. അപ്പോൾ എന്ത് കൈക്കൂലിയാണ് കൊടുത്തതാണ് ചോദിക്കുന്നത്. ക്വാർക്ക് കോൺട്രിബ്യൂട്ട്സ് ദ പ്ലോട്ട് ബൈ ഹെൽപ്പിംഗ് കവർ അപ്പ് ഗ്രോത്താൻ തോളാസ് ട്രബിൾ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വ്യാജരേഖ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ക്രിമിനൽ ബാറിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ആ ഒരു പ്രശ്നം പോലീസിലോ മറ്റൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഹിസ് ഡിമാൻഡ്സ് ഫ്രം സിസ്കോ ഇൻക്ലൂഡ് ന്യൂ ക്ലോത്ത്സ്, 5 bars of latinum to compensate for lost business, and Cisco's intervention with station security to conceal the incident. അപ്പോൾ അയാൾ കൈക്കൂലിയായിട്ട് ആവശ്യപ്പെടുന്നത് ന്യൂ ക്ലോത്ത്സ്, പുതിയ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ലാറ്റിനം ബാർ, ഇയാളുടെ ഈ ബിസിനസ്സിനുണ്ടായിട്ടുള്ള നഷ്ടം മറികടക്കുന്നതിന് വേണ്ടിയിട്ട്, അതുകൂടാതെ സ്റ്റേഷൻ സെക്യൂരിറ്റിയുടെ ഒരു സപ്പോർട്ടും ഇവിടെയുള്ള പ്രശ്നങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് അയാൾ സിസ്കോയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഹൗ ഡസ് റീനാക് റിയാക്ട് ടു ദി എവിഡൻസ് പ്രസന്റഡ് ബൈ സിസ്കോ? ഇനി റീനാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ റൊമൂലൻസിലെ ഹയർ ഒഫീഷ്യലാണ്. അയാളുടെ മുന്നിലാണ് ഇവർ വ്യാജരേഖ ഉണ്ടായിട്ട് കൊണ്ടുപോയി കാണിക്കുന്നത്. എങ്ങനെയാണ് അതിനോട് അയാൾ റിയാക്ട് ചെയ്യുന്നത്? റീനാക് റിയാക്ട്സ് ആംഗ്രിലി അപ്പോൺ ഇൻസ്പെക്ടിങ് ദി എവിഡൻസ്, റെക്കഗ്നൈസിങ് ഇറ്റ് ആസ് എ ഫോർജറി. ഇവർ കൊണ്ടുവന്നിട്ടുള്ള തെളിവ് അയാൾ പരിശോധിച്ച് നോക്കിയിട്ട് അത് വ്യാജമാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് അയാൾ റിയാക്ട് ചെയ്യുന്നത്. ഹി റിട്ടേൺസ് ടു റൊമൂലസ്. അയാളുടെ സ്ഥലമായിട്ട് റൊമൂലസിലേക്ക് അയാൾ തിരിച്ചു പോകുന്നു. ഫ്യൂരിയസ് അറ്റ് ദ ഡിസെപ്ഷൻ, ഇന്റൻഡിങ് ടു എക്സ്പോസ് ദ ഫോർജറി ടു ദ റൊമൂലൻ ഗവൺമെന്റ്. അപ്പോൾ ഈ ഒരു വഞ്ചനയിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു കാര്യം അയാളുടെ അവിടുത്തെ ഗവൺമെന്റിനെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അയാൾ പോകുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, സിഗ്നിഫിക്കൻസ് ഓഫ് സിസ്കോസ് ഡിസിഷൻ ടു ഇറേസ് ഹിസ് പേഴ്സണൽ ലോഗ്. അപ്പോൾ ഈ കഥയിലെ സംഭവങ്ങളൊക്കെ ക്യാപ്റ്റൻ സിസ്കോ ഒരു പേഴ്സണൽ ലോഗിൽ പറയുന്നതായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ഡയറിയൊക്കെ എഴുതുന്ന പോലെ അയാൾ ഇതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. സിസ്കോസ് ഡിസിഷൻ ടു ഇറേസ് ഹിസ് പേഴ്സണൽ ലോഗ് റെപ്രസെന്റ്സ് ഹിസ് അറ്റംപ്റ്റ് ടു സപ്രസ് ദ ഗിൽറ്റ് ആൻഡ് മോറൽ കൺഫ്ലിക്റ്റ് ദാറ്റ് അറൈസ് ഫ്രം ഹിസ് ആക്ഷൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇയാൾ ഒരുപാട് ധാർമ്മികമായിട്ടുള്ള മൂല്യച്യുതിയുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു കുറ്റബോധമൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഡിലീറ്റ് ചെയ്തതിനെ കാണുന്നത്. By erasing the log, he tries to free himself from the burden of his conscience and move on. അങ്ങനെ ആ ഒരു കുറ്റബോധത്തിന്റെ ഭാരം മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ ഡിലീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ കാണുന്നത്. ഇറ്റ് എക്കോസ് ഹിസ് ഓൺ വേർഡ്സ് ദാറ്റ് ഹി ക്യാൻ ലിവ് വിത്ത് ഇറ്റ്. ഇതിന്റെ അവസാനം അയാൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഇയാൾ ചെയ്തു എന്നുണ്ടെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ ആളുകളുടെ സേഫ്റ്റിയിൽ യുദ്ധത്തിൽ അവർ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത് എന്ന കാരണം കൊണ്ട് തനിക്കതിൽ അത്ര കുഴപ്പമൊന്നുമില്ല, താൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കും എന്ന് അയാൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിന്റെ സിമ്പിളായിട്ട് കൂടി ഈ ഡിലീറ്റിംഗ് നമ്മൾ കാണുകയാണ്. ദി ആക്ട് ഓൾസോ എൻഷുവേഴ്സ് ദാറ്റ് ദർ ആർ നോ എവിഡൻസ് ലെഫ്റ്റ് ഓൺ ഹിസ് ഇല്ലീഗൽ ആക്ഷൻസ്, മേക്കിംഗ് ഇറ്റ് സിഗ്നിഫിക്കന്റ് ഓൺ മൾട്ടിപ്പിൾ ലെവൽസ്. ഇതുകൂടാതെ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ തെളിവ് ഇല്ലാതാക്കുക എന്നുള്ള കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ലെവലിലാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് കാണുന്നത്. ഒന്ന്, അയാളുടെ ആ ഒരു മനസ്സിലുള്ള കുറ്റബോധം അയാൾ ഇല്ലാതാക്കുക എന്നുള്ള പോലെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ട് വരുന്നത്. മറ്റൊന്ന്, ആ തെളിവ് നശിപ്പിക്കുക എന്നുള്ളതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് കൂടി നമുക്കത് കാണാം. അടുത്ത ചോദ്യം, കമ്പാരിസൺ ഓഫ് സിസ്കോ ആൻഡ് ഗരാക്സ് ക്യാരക്ടേഴ്സ്. ക്യാപ്റ്റൻ സിസ്കോയുടെയും ഗരാക്കിന്റെയും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. ക്യാപ്റ്റൻ സിസ്കോ നമുക്കറിയാം ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ആളാണ്. ഗരാക്ക് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു തെളിവ് നിർമ്മിക്കാനുള്ള പ്രവൃത്തിയിൽ ഇയാളുടെ കൂടെ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ക്യാരക്ടേഴ്സ് ആണ് കമ്പയർ ചെയ്യുന്നത്. സിസ്കോ ഈസ് എ മാൻ ഡ്രിവൺ ബൈ ഡ്യൂട്ടി ആൻഡ് ജസ്റ്റിസ്, ഇനീഷ്യലി ഹെസിറ്റന്റ് ടു എൻഗേജ് ഇൻ ഡിസെപ്ഷൻ, ബട്ട് അൾട്ടിമേറ്റ്ലി ഹി റേഷണലൈസസ് ദ നീഡ് ഫോർ മോറലി ക്വസ്റ്റനബിൾ ഡിസിഷൻസ് ഫോർ ദ ഗ്രേറ്റർ ഗുഡ്. സിസ്കോ ഒരു ഡ്യൂട്ടി, ജസ്റ്റിസ് തുടങ്ങിയ ബോധങ്ങളുള്ള ഒരു ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ അയാൾക്ക് ഈ ഒരു വഞ്ചന നടത്തുന്നതിൽ താല്പര്യമില്ല. പക്ഷെ
ഈ യുദ്ധത്തിൽ ജയിക്കാൻ വേറെ മാർഗമില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അയാൾ അതിന് തയ്യാറാവുന്നു. His leadership is defined by an internal struggle to maintain his integrity, although the realities of war force him to make compromises. അപ്പോൾ ഇയാൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്റഗ്രിറ്റി ഉള്ള ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരാളാണ്. പക്ഷെ ഈ യുദ്ധത്തിൽ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അത് കോംപ്രമൈസ് ചെയ്യാനും അയാൾ തയ്യാറാവുന്നുണ്ട്. ഇൻ കോൺട്രാസ്റ്റ്, ഗരാക് ഈസ് എ പ്രാഗ്മാറ്റിസ്റ്റ് ഹു ഓപ്പറേറ്റ്സ് വിത്ത് എ മോർ ഡിറ്റാച്ച്ഡ് മോറലി ഫ്ലെക്സിബിൾ അപ്രോച്ച്. ഇനി ഗരാക് എന്ന് പറയുന്നത് ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ആണ്, അവസരവാദിയായിട്ടുള്ള ഒരു ആളാണ്. പ്രായോഗികമായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് മാത്രമേ അയാൾ ചിന്തിക്കുന്നുള്ളൂ. അയാൾക്ക് ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചുള്ള ചിന്തയൊന്നും ഇല്ല. യൂസിങ് ഡിസെപ്ഷൻ ആൻഡ് മാനിപ്പുലേഷൻ വിത്തൗട്ട് ഹെസിറ്റേഷൻ ടു അച്ചീവ് ഹിസ് ഒബ്ജക്റ്റീവ്സ്. അയാൾക്ക് ഇതുപോലെ മാനിപ്പുലേഷനും വഞ്ചനയും ഒക്കെ കാര്യമായിട്ടുള്ള മാനസിക പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. While Sisko is concerned with the consequences of his actions and strives to hold on to his principles, Garak embraces moral ambiguity as part of the strategy to win. അപ്പോൾ സിസ്കോയിൽ നമ്മൾ കാണുന്നത് അയാൾ വഞ്ചനയും മറ്റും ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് അതിലൊരു കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ ഉള്ളതായിട്ടാണ്. എന്നാൽ ഗരാക്കിനെ സംബന്ധിച്ചിട്ട് അത്തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല. ഇവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഗരാക്കിൽ നമ്മൾ കാണുന്നത്. റോൾ ഓഫ് ഡിസെപ്ഷൻ ഇൻ ദ പെയിൽ മൂൺ ലൈറ്റ്. ഇനി ഈ എപ്പിസോഡിനകത്ത് ഡിസെപ്ഷൻ അല്ലെങ്കിൽ ഒരു വഞ്ചന എന്ന് പറയുന്നത് ഒരു തീമായിട്ട് എങ്ങനെ വരുന്നതാണ് ചോദിക്കുന്നത്. ഡിസെപ്ഷൻ ഈസ് എ സെൻട്രൽ തീം ഇൻ ദ പെയിൽ മൂൺ ലൈറ്റ്, ഇല്ലുസ്ട്രേറ്റിംഗ് ദ മോറൽ കോംപ്ലക്സിറ്റീസ് ദാറ്റ് അറൈസ് ഇൻ വാർ ടൈം ആൻഡ് ദ ഡിഫിക്കൽട്ട് ചോയ്സസ് ഫേസ്ഡ് ബൈ ലീഡേഴ്സ്. ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു എപ്പിസോഡിലെ പ്രധാനപ്പെട്ട തീമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും യുദ്ധത്തിന്റെ സമയത്ത് ഇതുപോലെ ധാർമ്മികമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുന്നതും, അതുകൂടാതെ തന്നെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ചേരാത്ത കാര്യം പക്ഷെ അവരുടെ ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ വേണ്ടിയിട്ട് അവരെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു സിറ്റുവേഷനും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ദി എപ്പിസോഡ്, സിസ്കോ ആൻഡ് ഗരാക് റിസോർട്ട് ടു മാനിപ്പുലേഷൻ, ലൈസ് ആൻഡ് ഫോർജറി, റിവീലിംഗ് ഹൗ ബോത്ത് ക്യാരക്ടേഴ്സ് ആർ വില്ലിംഗ് ടു ബെൻഡ് ദ ട്രൂത്ത് ടു അച്ചീവ് ദർ ഒബ്ജക്റ്റീവ്സ്. ഇനി എപ്പിസോഡിൽ നമ്മൾ ഉടനീളം കാണുന്നത് സിസ്കോയും ഗരാക്കും മാനിപ്പുലേഷനും അതുപോലെ തന്നെ ഫോർജറിയും ഇവർ വ്യാജ തെളിവുകളും നുണകളും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട്. ഗരാക്സ് ഓർക്കസ്ട്രേഷൻ ഓഫ് എ ഫോൾസ് ഡൊമീനിയൻ പ്ലോട്ട് ആൻഡ് സബ്സിക്വന്റ് ഡെത്ത് ഓഫ് റീനാക്ക് ആർ കീ ആക്ട്സ് ഓഫ് ഡിസെപ്ഷൻ ദാറ്റ് അൾട്ടിമേറ്റ്ലി സെക്യൂർ റൊമൂലൻ സപ്പോർട്ട് ഇൻ ദ വാർ. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഡിസെപ്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഡൊമീനിയൻസ് റൊമൂലൻസിനെ ആക്രമിക്കാൻ പോകുന്നു എന്നതിനുള്ള ഒരു വ്യാജ തെളിവ് ഉണ്ടാക്കുന്നതും ഇനി ആ ഒരു വിവരം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് റീനാക്കിനെ കൊല ചെയ്യുന്നതുമാണ്. ഈ ഒരു കാര്യത്തിൽ അവർ വിജയിക്കുന്നുണ്ട്. അവരുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ട് അവർക്ക് റൊമൂലൻസിന്റെ സപ്പോർട്ട് യുദ്ധത്തിൽ ലഭിക്കുന്നുണ്ട്. ദിസ് എപ്പിസോഡ് എക്സ്പ്ലോർസ് ഹൗ ഡിസെപ്ഷൻ, ദോ ഓഫ്റ്റൻ വ്യൂഡ് ആസ് അൺഎത്തിക്കൽ, ബിക്കംസ് എ നെസസറി ടൂൾ ഫോർ സർവൈവൽ ഡ്യൂറിംഗ് ഡിഫിക്കൽട്ട് ടൈംസ്. അപ്പോൾ നമുക്കറിയാം ഡിസെപ്ഷൻ അല്ലെങ്കിൽ വഞ്ചന എന്ന് പറയുന്നത് നമ്മളൊരു മോശം കാര്യമായിട്ട് കണക്കാക്കുന്നതാണെങ്കിലും ഇതുപോലെ യുദ്ധം പോലുള്ള സങ്കീർണമായിട്ടുള്ള പ്രയാസമായുള്ള സിറ്റുവേഷനിൽ അത് ആവശ്യമായിട്ട് വരുന്നതിന്റെ ഒരു സാഹചര്യം ഇവിടെ നമ്മൾ കാണുന്നു. ദ പേഴ്സണൽ കോൺസിക്വൻസസ് ഫോർ സിസ്കോ ഡെമോൺസ്ട്രേറ്റ് ദ പ്രൊഫൗണ്ട് മോറൽ കോസ്റ്റ് ഓഫ് യൂസിംഗ് ഡിസെപ്ഷൻ ആസ് ഈസ് ഫോഴ്സ് ടു ലിവ് വിത്ത് ദ ആഫ്റ്റർ മാത്ത് ഓഫ് ഹിസ് ചോയ്സസ്. ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് നമ്മളുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചും ഈ ഒരു എപ്പിസോഡിനകത്ത് കാണിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ സിസ്കോ ഇതിലുള്ള പശ്ചാത്താപവും കുറ്റബോധവും ഒക്കെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമയത്തുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് കാണിക്കുന്നു. നേച്ചർ ഓഫ് ലീഡർഷിപ്പ് ഇൻ ദ പെയിൽ മൂൺ ലൈറ്റ്. ഇനി എപ്പിസോഡിനകത്ത് ലീഡർഷിപ്പ് എന്നുള്ളൊരു തീം എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? The episode portrays leadership as a deeply complex and morally fraught responsibility, especially in the times of war. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ധാർമ്മികവും അധാർമികവുമായിട്ടുള്ള പ്രവൃത്തികൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റുകൾ വരുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും യുദ്ധം പോലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ. Where tough choices must be made that can conflict with the personal values. തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു സിറ്റുവേഷൻ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണിക്കുന്നു. സിസ്കോസ് ലീഡർഷിപ്പ് ഈസ് ടെസ്റ്റഡ് വെൻ ഹി ഫേസസ് ദ ഹാർഷ് റിയാലിറ്റി ദാറ്റ് ദ ഗ്രേറ്റർ ഗുഡ് സംടൈംസ് റിക്വയർസ് ആക്ഷൻസ് ദാറ്റ് കോംപ്രമൈസ് ഹിസ് എത്തിക്കൽ ബിലീഫ്സ്.
അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് സിസ്കോ വ്യക്തിപരമായിട്ട് ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ യുദ്ധം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഇതല്ലാതെ വേറെ മാർഗം ഉണ്ടാവുന്നില്ല. അപ്പൊ അത്തരത്തിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് പേഴ്സണൽ വാല്യൂസിന് ചേരാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ഹിസ് ഡിസിഷൻ ടു എൻഗേജ് ഇൻ ഡിസെപ്ഷൻ ടു സെക്യൂർ ദ റൊമുലൻസിസ് ഹെൽപ്പ് illustrate the difficult moral choices that leaders must make in dire situations, often with a significant personal sacrifice. അപ്പോൾ റൊമുലൻസിന്റെ സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വഞ്ചനയിൽ ഇയാൾക്ക് ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സങ്കീർണമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻസിനകത്ത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നു. സിസ്കോസ് ഇന്നർ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഹിസ് സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ദി എത്തിക്കൽ കോംപ്രമൈസസ് ഹി മസ്റ്റ് മേക്ക് റിഫ്ലെക്ട്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് ലീഡർഷിപ്പ്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കൺഫ്ലിക്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഗ്രേറ്റർ ഗുഡ് എന്നുള്ള അവർ ചുമതല വഹിക്കുന്ന ആ ഒരു പദവിയിൽ അവർ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളും അവരുടെ വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങളും നമ്മളൊരു കൺഫ്ലിക്റ്റ് ലീഡർഷിപ്പിലുള്ള ആളുകൾ അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, സിഗ്നിഫിക്കൻസ് ഓഫ് ദി എപ്പിസോഡ്സ് ടൈറ്റിൽ ഇൻ ദ പേൽ മൂൺ ലൈറ്റ്. ഇൻ ദ പേൽ മൂൺ ലൈറ്റ് എന്ന ഈ ഒരു ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. പേൽ മൂൺ ലൈറ്റ് അഥവാ മങ്ങിയ നിലാവെളിച്ചം എന്നാണ് ആ പദത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുന്നു. ദ ടൈറ്റിൽ റിഫ്ലെക്ട്സ് ദി എപ്പിസോഡ്സ് എക്സ്പ്ലോറേഷൻ ഓഫ് മോറൽ ആംബിഗ്വിറ്റി, ഡിസെപ്ഷൻ ആൻഡ് ദി ഇമോഷണൽ കോസ്റ്റ് ഓഫ് കോംപ്രമൈസിങ് വൺസ് വാല്യൂസ്. ഈ എപ്പിസോഡിനകത്ത് അവതരിപ്പിക്കുന്ന തീമുകളാണ് വഞ്ചന, അതുപോലെ തന്നെ മോറൽ ആംബിഗ്വിറ്റി, ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളുടെ അതിരെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തീമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു തീമായിട്ടാണ് ഇൻ ദ പേൽ മൂൺ ലൈറ്റ് അല്ലെങ്കിൽ മങ്ങിയ നിലാവെളിച്ചത്തിൽ എന്നുള്ളത് നമ്മൾ കാണുന്നത്. പേൽ മൂൺ ലൈറ്റ് സിംബലൈസസ് ഡിം പാർഷ്യൽ ഇല്ലുമിനേഷൻ റെപ്രസെന്റിംഗ് ദി എത്തിക്കൽ ഗ്രേ ഏരിയ ക്യാപ്റ്റൻ സിസ്കോ ഓപ്പറേറ്റ്സ് വിത്തിൻ. ഇനി പേൽ മൂൺ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മങ്ങിയ ഒരു പ്രകാശമാണ്. അത് ഒരേ സമയത്ത് ഇരുട്ടുമാണ്, എന്നാൽ അതേ സമയത്ത് പ്രകാശവുമാണ്. ഇത്തരത്തിൽ തന്നെയാണ് ക്യാപ്റ്റൻ സിസ്കോയുടെ ആക്ടിവിറ്റിയും നമ്മളിവിടെ കാണുന്നത്. അയാൾ വഞ്ചനയാണ് ചെയ്യുന്നത്, പക്ഷെ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത്തരത്തിൽ സിംബോളിക് ആയിട്ടുള്ള ഒരു മീനിങ് ഈ ടൈറ്റിലിൽ നമ്മൾ കാണുന്നു. അൺലൈക്ക് സൺലൈറ്റ് വിച്ച് സിംബലൈസസ് ട്രൂത്ത്, മൂൺലൈറ്റ് റിഫ്ലെക്ട്സ് സീക്രസി ആൻഡ് മോറൽ അൺസർട്ടനിറ്റി പാരലലിംഗ് സിസ്കോസ് മിഷൻ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ സൺലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറയുന്നത് സത്യത്തിന്റെ സിമ്പിളാണ്. എന്നാൽ നിലാവ് എന്ന് പറയുന്നത് ഒരു നിഗൂഢതയുടെയും രഹസ്യ സ്വഭാവത്തിന്റെയും സിമ്പിളാണ്. അതിന് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സ്റ്റോറിയിലും തീമിലും നമ്മൾ കാണുന്നത്. ദ ടൈറ്റിൽ സജസ്റ്റ് വർക്കിംഗ് ഇൻ ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ് സിസ്കോസ് ഇന്റേണൽ സ്ട്രഗിൾ ടു ജസ്റ്റിഫൈ ഹിസ് ആക്ഷൻസ് ഫോർ ദ ഗ്രേറ്റർ ഗുഡ് ഡിസ്പൈറ്റ് ദെയർ മോറൽ കോസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മളിവിടെ കാണുന്നത് സിസ്കോയുടെ പ്രവൃത്തികളാണ്. ഈ ഒരു നിഗൂഢ സ്വഭാവവും രഹസ്യ സ്വഭാവവും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുകൂടാതെ അയാളുടെ ഒരു ആന്തരികമായിട്ടുള്ള ഒരു മാനസിക സംഘർഷവും നമ്മൾ കാണുന്നുണ്ട്. അവിടെ അയാളുടെ പ്രവൃത്തികൾ ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് ഈ മങ്ങിയ നിലാവെളിച്ചം അല്ലെങ്കിൽ ഇൻ ദ പേൽ മൂൺ ലൈറ്റ് എന്ന് നമ്മൾ കാണുന്നത്. It underscores the fragility of Sisko's moral resolve and the weight of guilt he carries, which is further symbolized by his decision to erase his personal log. ഇനി സിസ്കോ അനുഭവിക്കുന്ന ഈ ഒരു ധാർമ്മികമായിട്ടുള്ള ദൗർബല്യത്തിന്റെ സിമ്പിളായിട്ട് കൂടി നമ്മളിത് കാണുന്നുണ്ട്. ഈ സീരീസിന്റെ എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മൾ കാണുന്നത് ഇയാൾ ഇതെല്ലാം പറഞ്ഞിട്ട് ആ വീഡിയോ ലോഗ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അയാളുടെ ആ ഒരു ധാർമ്മികമായിട്ടുള്ള ദൗർബല്യത്തിന്റെ സിമ്പിളായിട്ട് കൂടി നമ്മളിത് കാണുന്നു. The title evokes secrecy and actions concealed from scrutiny, emphasizing the hidden costs of leadership and the erosion of personal values in wartime. ഇതുകൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലീഡർഷിപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആൻസറിൽ സൂചിപ്പിച്ചതുപോലെ, അതുകൂടാതെ തന്നെ ഈ പേഴ്സണൽ വാല്യൂസ് എല്ലാം യുദ്ധത്തിന്റെ സമയങ്ങളിൽ നഷ്ടപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇവർ ചെയ്യുന്ന ഈ ഒരു രഹസ്യ സ്വഭാവമുള്ള പ്രവൃത്തിയുമായിട്ടും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ടൈറ്റിലായിട്ടാണ് ഇൻ ദ പേൽ മൂൺ ലൈറ്റ് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് സിസ്കോസ് പേഴ്സണൽ ലോഗ് ടു നരേറ്റ് ഇൻ ദ പേൽ മൂൺ ലൈറ്റ്. ഈ എപ്പിസോഡിലെ സ്റ്റോറി നരേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റൻ സിസ്കോ ഒരു പേഴ്സണൽ ലോഗ് എൻ്റർ ചെയ്യുന്ന പോലെയാണ്. അതായത് ഒരു വീഡിയോ എടുത്തുകൊണ്ട് അയാൾ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന രീതിയിലാണ്. അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. The personal log serves as a confessional device, giving insight into Sisko's moral and ethical turmoil throughout the episode.
ഒരു കൺഫെഷൻ പോലെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പേഴ്സണൽ ലോഗ് നമ്മൾ കാണുന്നത്. അതിലൂടെ ഈ ചെയ്ത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ധാർമ്മിക ചിന്തകളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി സാധിക്കുന്നു. It transforms the episode into a meditation on morality, capturing Sisko's journey from a principled officer to someone willing to compromise his ethics for the greater good. ഇനി ക്യാപ്റ്റൻ സിസ്കോ ഒരു ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉള്ള ഒരു കഥാപാത്രം എന്ന രീതിയിൽ നിന്ന് അതിനകത്തൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ആൾ എന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. അത് ഇയാളുടെ തന്നെ പെർസ്പെക്റ്റീവിലൂടെയുള്ള ഒരു പേഴ്സണൽ ലോഗ് എൻട്രി ആയിട്ട് കാണിക്കുമ്പോൾ ഈ ഒരു ഫിലോസഫിക്കൽ വിഷയം ഒരു മെഡിറ്റേഷൻ പോലെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. The log format makes the narrative intimate, allowing the audience to directly engage with the Sisko's internal conflict as he justifies his increasingly questionable actions. മറ്റൊരു കാര്യം, ഓഡിയൻസിനെ ഇന്റിമേറ്റ് ആയിട്ട് ഇത് ഫീൽ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. കാരണം ക്യാപ്റ്റൻ സിസ്കോ എന്നുള്ള കഥാപാത്രം അയാൾ തന്നെ നരേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സംഭവങ്ങളെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ത്രൂ ദ ലോഗ്, Sisko admits to the erosion of his personal values, including bribery, deception, and a condoning murder, in pursuit of securing Romulan support for the war. ഇനി ഈ ലോഗിലൂടെ അദ്ദേഹം നരേറ്റ് ചെയ്യുന്ന സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം ഓരോ രീതിയിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. ആദ്യം വഞ്ചനയും പിന്നീട് കൈക്കൂലി കൊടുക്കുന്നതും മുതൽ ഒരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നത് വരെയുള്ള പ്രവൃത്തികൾ അയാൾ ചെയ്യുന്നുണ്ട്. Sisko's final act of erasing the log symbolizes his attempt to suppress his guilt and avoid confronting the moral implications of his decisions. ഇതുകൂടാതെ പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ പേഴ്സണൽ ലോഗ് ഡിലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു കുറ്റബോധവും പശ്ചാത്താപവും എല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സിമ്പലായിട്ട് കൂടി നമുക്കത് കാണാൻ സാധിക്കും. In conclusion, the personal log is crucial in highlighting the episode's ethical complexities, immersing the audience in Sisko's psychological journey and moral struggles. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ലോഗ് എന്നുള്ള നരേറ്റീവ് മെത്തേഡ് ഈ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ ക്യാപ്റ്റൻ സിസ്കോ എന്നുള്ള കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ ഇന്റിമേറ്റ് ആയിട്ട് ഓഡിയൻസിന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു നരേറ്റീവ് മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.